അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്ന്, പാടണോ പറയണോ? നിങ്ങൾ പറയേ? അല്ല, നിങ്ങൾക്ക് പറയാം, സദസ്സിന് പറയാം, പറഞ്ഞോളി. ഈ പാട്ടും ബുറുദയും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ കുട്ടികൾ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നുള്ളത്. പലപ്പോഴും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാണെങ്കിൽ കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്റാണ്, നമ്മൾ കുട്ടികളെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മൾ ചെറിയ കുട്ടികളെ കണ്ടാണെങ്കിൽ ആദ്യം നിന്നൊക്കെ കിളി 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 എന്നാക്കോ. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ, ഈ പ്രസവിച്ച കുട്ടികളൊക്കെ ഉണ്ടാകേ, എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യരുത് എന്നുള്ളതാണ്. നേരത്തെ ആങ്കർ ചെയ്ത കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടോ? എവിടെ ഉള്ളത്? ഒരു രണ്ടാളിവിടെ ഒന്നങ്ങ് വരി. ഇതാരായിരിക്കും? നാളത്തെ MLA-മാരും മന്ത്രിമാരും അതുപോലെ MP-മാരൊക്കെ കണ്ട് ആ നൃത്തം നോക്കുങ്ങൾ. ഒരു മഹല്ല് പ്രസിഡന്റ് ആവാനുള്ള നൃത്തമാണിത്. മുപ്പരാ വില്ലേജ് ഓഫീസറെ സ്റ്റൈലിൽ തന്നെ. അമ്പിയാക്കളിൽ രാജസീതരെ അലമാകെ പുകയ്ത്തും തിരുദൂതരെ. പക്ഷേ ഈ ഓൺലൈൻ സെറ്റപ്പിനെ സംബന്ധിച്ചത് ഇത്ര ഭംഗിയാന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യ സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ അവിടുത്തെ അടുക്കളയിലെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞുമോൻ എനിക്കൊരു മിഠായി എന്നിട്ടാണ് സ്വീകരിച്ച്. ഞാനത് കഴിക്കാണ്ട് വെച്ചതാണ്. ആദ്യം ഒരു കുട്ടി വന്ന് ഷേക്കേണ്ടത്, ഇവിടെ ഉണ്ടാവും മോനെ. സുഖവിവരങ്ങളാണ് എന്നോട് ആദ്യം അന്വേഷിച്ചത്. അടുത്ത ആൾ എനിക്കൊരു മിഠായി എടുത്ത് തന്നു. പ്ലേറ്റ് നീട്ടല്ലേ, ഇത് എടുത്ത് തരിക ചെയ്ത്. അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ മക്കളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വല്ലാത്ത സന്തോഷം ഉണ്ടാവും. ഞാൻ അതിനെ സംബന്ധിച്ച് രണ്ടാമത് ആ കുഞ്ഞുമോട് വന്നിട്ട് ഒരു പൂവ തന്നത്. നമ്മുടെ വീട്ടിലെ പുഷ്പങ്ങളാണല്ലോ ഈ മക്കൾ എന്നുള്ളത്. അതില്ലാതാവുമ്പോഴല്ലേ അതിൻ്റെ പ്രയാസം അറിയുള്ളൂ. ഹബീബിന റസൂലുള്ളാഹി മല്ലം യർഹം സഗീറന ഫലൈസ മിന. കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവല്ല. അവരങ്ങോട്ട് ഓടിക്കളിക്കും, ഇങ്ങോട്ട് കളിക്കും. അത് നമ്മൾ ഇതാക്കിയിട്ടില്ല. അവരുടെ പ്രായമാണത്, അവർ കളിക്കേണ്ട സമയമാണ്. ഈ കൊയിലാണ്ടി തിരഞ്ഞെടുത്ത് എന്താ ഇജാസ് സാർ? എനിക്ക് മനസ്സിലായില്ല. ഈ കലാപരിപാടിക്ക് കൊയിലാണ്ടി തന്നെ തിരഞ്ഞെടുത്തത്? കൊയിലാണ്ടിക്കൊരു പാരമ്പര്യമുണ്ട്. കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ മണ്ണാണ്, കലയെ പരിപോഷിപ്പിച്ച മണ്ണാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, എന്താ ഇവിടെ ഇങ്ങനെ തിരഞ്ഞെടുത്തത്? ഈ ആധുനിക സൂഫി ചിന്തകൾക്ക് അടിത്തറ പാകിയ ഹാജി അബ്ദുറസാഖ് മസ്താൻ കിടക്കുന്നത് മീത്തരക്കണ്ടിപ്പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെതായ എത്രയോ വരികളുണ്ട്. മാത്രമല്ല, മാപ്പിള കലകളിൽ ഒട്ടുമിക്ക കലാരൂപങ്ങൾക്കും ഒരുപാട് പരിപോഷിപ്പിച്ച മണ്ണാണ് ഈ കൊയിലാണ്ടിയുടെ മണ്ണ് എന്നുള്ളത്. നമ്മുടെ മദ്രസാ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ, മദ്രസാ പ്രസ്ഥാനത്തിന് ഇന്ന് കാണുന്ന രീതിയിൽ ബീജം പാകിയത് നൂറുൽ ഉലമ MA ഉസ്താദാണ്. അതിന് മുമ്പൊക്കെ ഓത്തുപള്ളി സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഓത്തുപള്ളി സിസ്റ്റം എന്നാൽ നമ്മുടെ കാപ്പാട് പ്രദേശത്തൊക്കെ ചാപ്പ സമ്പ്രദായം ഉണ്ടായിരുന്നു. ചില വലിയ പറമ്പുകളിലൊക്കെ ചെറിയ ചെറിയ ഷെഡുകൾ കെട്ടിയിട്ട് അവിടെയുള്ള ഉസ്താദന്മാർ പ്രത്യേകമായ സിലബസ് ഒരുക്കിയിട്ട് അതിന് ഖിറാഅത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. അതിൻ്റെ ശേഷമാണ് ബ്രിട്ടീഷുകാർ അവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മതപഠനം ഉൾപ്പെടുത്തിയിരുന്നു. മൊറാർജി ദേശായി വന്നതിന് ശേഷമാണ് നമ്മുടെ മാപ്പിള സ്കൂളുകളിൽ പലതിലും ഈ മതാധ്യാപനം ഒഴിവായത്. എൻ്റെ ഉപ്പാൻ്റെ ഉപ്പയ്ക്ക അവിടെ അധ്യാപകനായിരുന്നു. കാപ്പാട് UP-യിലൊക്കെ അധ്യാപനം നടത്തിയിട്ടുണ്ടെന്ന് ഉപ്പ പറഞ്ഞ ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഏതായാലും ഈ മക്കളെ നിങ്ങൾ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിലും മദ്രസയിൽ പഠിപ്പിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ പറഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സ്ഥലത്തിലേക്ക്, ഒരു പ്രദേശത്തേക്ക് അല്ലാഹു തആല ഒരു ശിക്ഷ ഇറക്കാൻ ഉദ്ദേശിച്ചു. ഹത്മൻ മഖളിയ, ഖണ്ഡിതമായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചു. ഫഖറഅ സബിയ്യും മിൻ സിബിയാനിൻ ഫിൽ കിതാബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി മദ്രസയിൽ പോയി, പാഠശാലയിൽ പോയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യാൻ പഠിച്ചാൽ ആ ഒരൊറ്റ കുട്ടിയുടെ കാരണം കൊണ്ട് ആ ഒരൊറ്റ കുട്ടിയുടെ കാരണത്തെ 40 കൊല്ലത്തേക്ക് ആ സ്ഥലത്തേക്ക് ശിക്ഷ ഇറങ്ങില്ലെന്ന് ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആത്മഹത്യയെ തടയാൻ പറ്റിയ നല്ലത് ആത്മീയത എന്ന് പറഞ്ഞു. അത് ഇജാസ് സാറ് അടിവരയിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കലും ഞാൻ വീട്ടിലിരിക്കലുണ്ട്. അധികം ചൊവ്വാഴ്ച വീട്ടിലിരിക്കും. എനിക്കുണ്ടായ അനുഭവമാണ്, അല്ലാണ്ട് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല.
ഞാൻ മുമ്പങ്ങാൻ പഠിപ്പിച്ചൊരു ചെറിയവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തി. വീട്ടിൽ നിന്നൊരു കാപ്പി കൊടുക്കും. കാപ്പി എടുത്ത് ഞാനൊന്ന് വായനയിലുള്ളത് ഇരിക്കുന്ന സമയത്ത് വന്ന് ഞാൻ ഹുസൈനൊന്ന് കണ്ടുപോകാമെന്നാ. എന്ത് ധാരിപ്പിക്കാനാണ്. ഞാൻ വിളിച്ച് ഇവൻ്റെ നിക്കാറ്റുണ്ടെന്ന് ചോദിച്ചേ. അപ്പം പറഞ്ഞ് സാർ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ. അപ്പം എനിക്ക് ഒരു സ്പെല്ല് മിസ്. ഞാൻ പറഞ്ഞു ഞാനും ആ ചിന്തയിൽ നമുക്ക് ജമാഅത്തായിട്ട് മരിക്കാന്നാണ്. ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഇയാളെ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുക? ഫാനിനാണെങ്കിൽ ഒരു ഉറപ്പുമില്ല. ഇപ്പോഴത്തെ കമ്പനി വളരെ അബദ്ധമാണ്. പിന്നെ നമ്മൾ ട്രെയിനാണെങ്കിൽ ട്രെയിൻ ഒക്കെ വൈകിട്ട് ഓടുന്നത്. നമ്മളെ സമയം വേസ്റ്റ് ആവും. എന്ത് ചെയ്യും സാർ? ഞാൻ ഉദ്ദേശിച്ചത് പുഴ ചാടിയിട്ട് മരിക്കുക. അപ്പോൾ ബൈക്ക് എന്താക്കുമെന്ന് വെച്ചാൽ അത് അവിടെ ഇച്ചിരി ചാവി അടച്ചാൽ പുരക്കാരെടുത്തിട്ട് അങ്ങനെ കുറച്ചൊന്ന് കൗൺസിൽ ചെയ്ത് നോക്കുമ്പോൾ സംഗതി ഇട്ട്. അപ്പം എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് കളഞ്ഞെന്ന് പറഞ്ഞത്. അന്ന് ഞാൻ തേപ്പിൻ്റെ അർത്ഥം ഞാൻ നിയാസിനോട് ചോദിച്ചു. നിയാസ് തേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ച് ഓരോരുത്തരോട് ചോദിക്കണമല്ലോ. അപ്പം പറഞ്ഞു തേപ്പ് എന്ന് പറഞ്ഞാൽ എന്നതാ. അപ്പോൾ ഏതോ ഒരു കുട്ടീനെ കണ്ടിട്ട് അത് തന്നെ പിന്നെ അതിന് കിട്ടിയില്ല. പിന്നെ അത് ഇത് ഒഴിവാക്കി. ഇപ്പം ഇയാൾ ഞാൻ ചോദിച്ചല്ല ചങ്ങായെ എൻ്റെ വീട്ടിൽ എത്ര പൂച്ചുണ്ട് എന്ന് ചോദിച്ച്. അപ്പം 2 പൂച്ചുണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ. അതിന് എത്ര എലിനെ മിസ്സാകുന്നുണ്ട്? ഏതെങ്കിലും പൂച്ച ആത്മഹത്യ ചെയ്തേക്കുമെന്ന് ചോദിച്ച്. ഇല്ല എന്നാണ്. ഇപ്പം ആള് മാഷാ അല്ലാ സുബിയൊക്കെ കറക്റ്റാണ്, ദിക്കറൊക്കെ ചൊല്ലി, അങ്ങനത്തെ ഒരു ചിന്തയില്ല. നിങ്ങളാലോചിച്ച് ഇതാണ് ആത്മീയതയുടെ ഒരു പ്രത്യേകിച്ച്. അവിടെ നമുക്ക് തടഞ്ഞ് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം അത് ആത്മീയതാണ്. ഇവിടെയുള്ള മക്കളുടെ അച്ചടക്കം, ആ 2 ആങ്കർ സിസ്റ്റം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ ചെറിയ പ്രായത്തിൽ മാഷാ അല്ലാഹ് ആ കഴിവ് അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്ന്. പാടണോ പറയണോ? നിങ്ങൾ പറയേ? അല്ല നിങ്ങൾക്ക് പറയാം, സദസ്സിന് പറയാം. പറഞ്ഞോളി. പാടി പറയാന്ന് പറഞ്ഞാൽ മലപ്പുറമൊക്കെ കിസ്സപ്പാട്ടല്ലേ. 2 പാട്ട് പാടാം. പേര് അല്ലേ? പാടിക്കൂടെ? മൈക്ക് നിങ്ങൾക്ക് മൈക്കുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാപ്പിളപ്പാട്ടിൽ 1-2 വരികൾ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കൊരു ധാരണ, തെറ്റായ ധാരണ ഉണ്ട് നമ്മളെ രക്ഷിതാക്കന്മാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാട്ടും ബുറുദയും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ കുട്ടികൾ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നുള്ളത്. പലപ്പോഴും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാണെങ്കിൽ കേൾക്കുന്നൊരു കംപ്ലൈൻറ്റാണ്. ഇപ്രാവശ്യം ഞാൻ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നോക്കുമ്പോൾ ദഫൊക്കെ പഠിച്ച കുട്ടികൾക്കൊക്കെ ഫുൾ A+. ഇതുകൊണ്ട് ഉണ്ടാകുന്ന കാരണം എന്താ വെച്ചെങ്കിൽ മെമ്മറി പവർ കൂടും എന്നുള്ളതാണ്. അതാണ് പാട്ടിലൂടെ പഠിപ്പിക്കുന്നത്. ഇടയ്ക്ക് DP അധ്യാപകർ ക്ലാസ് എടുക്കാൻ എന്നെ കൊണ്ടുപോകലുണ്ട്. അപ്പോൾ പാട്ടിലൂടെ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. ആ പാട്ടിലൂടെ നമുക്ക് എന്താക്കാം നോക്കാം. പതിപാലതിലും തൂതിയേറും മക്കമിൽ മുക്കിയ ഇടമില വടിവിന് ഉടയവൻ പടത്തുള്ള കല്യാണമേ മധുരയുവൻ എത്തിയ മറവിയെ തുറ ചെയ്ത് ഫർദവ നെജിയുള്ള കല്യാണമേ പതിപാലതിലും തൂതിയേറും മക്കമിൽ മുക്കിയ ഇടമിലെ വടിവിന ഉടയവൻ പടുത്തുള്ള നബിയുള്ള കല്യാണമേ പതിപാലതിലും തൂതിയേറും മക്കമിൽ മുക്കിയ ഇടമില വടിവിന ഉടയവൻ പടുത്തുള്ള നബിയുള്ള കല്യാണമേ പാതാളമാകമേലിരും നബി മധുരയുവത്തില മറവിയ തുറ ചെയ്ത് ഫർദവ നബിയുള്ള കല്യാണമേ മതിരപ്പൂ നബി മോദിര ഉടചൂടി നടന്നിടും അമ്പവനിമ്പമിലമ്പിയ മുമ്പരെ സഫിയുള്ള കല്യാണമേ പതിപാലതിലും തൂതിയേറും മക്കമിൽ മുക്കിയ ഇടമിലെ വടിവിന ഉടയവൻ പടുത്തുള്ള നബിയുള്ള കല്യാണമേ പാതാളമാകമേലിരുന്ന് നബി മധുരയുവൻ എത്തിയ മറവിയ തുറ ചെയ്ത് ഫർദവ നബിയുള്ള കല്യാണമേ പതിപാലതിലും തൂതിയേറും മക്കമിൽ മുക്കിയ ഇടമിലെ വടിവിന ഉടയവൻ പടുത്തുള്ള നബിയുള്ള കല്യാണമേ പാതാളമാകമേലിരുന്ന്
നബി മദ്ഹുരയുവൻ എത്തിയ മറവിയെ തുറ ചെയ്ത് ഫർദവ നബിയുള്ള കല്യാണമേ. എൻ്റെ രക്ഷിതാക്കന്മാർ പറയാനുള്ളത്, മാക്സിമം നമ്മുടെ മക്കൾക്ക് ഇപ്പം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഉമ്മയിപ്പ് മതപഠനം തന്നിട്ടുണ്ട്. മദ്രസ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ദർസിൽ ചേർത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് ഒന്ന് ഒരു 8-9 വർഷം ദർസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഡിഗ്രി ചെയ്തിട്ടുണ്ട്, PG ചെയ്തിട്ടുണ്ട്, MPhil ഉണ്ട്, PhD ഉണ്ട്. സർക്കാർ സംവിധാനത്തിൽ അതിൻ്റെ ബോർഡുകളിൽ ഉന്നത പദവിയിരുന്നിട്ടുണ്ട്. അഥവാ നാടൻ കലകളെ സംരക്ഷിക്കുന്ന സർക്കാരിൻ്റെ സംവിധാനമായ കേരള ഫോക്ലോർ അക്കാഡമിയുടെ വൈസ് ചെയർമാനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ. ഇപ്പം എന്നെ മലയാളം യൂണിവേഴ്സിറ്റി അഥവാ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി തിരൂരിൻ്റെ അതിൻ്റെ അക്കാഡമിക് കൗൺസിൽ മെമ്പറായിട്ട് സർക്കാർ തന്നെ. എൻ്റെ ഈ മതപഠനോ ഇതിനൊന്നും തടസ്സം ഉണ്ടായിക്കില്ല. ഒരുപാട് സ്ഥാപനങ്ങൾ, വിവിധ കോളേജുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലും ക്ലാസ് ഉണ്ട്. എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഈ മക്കളെ നമ്മൾ മാക്സിമം എത്ര മതപഠനം കൊടുക്കാൻ പറ്റുന്നോ, എത്രത്തോളം ഭൗതിക പഠനം കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട, ഈ മക്കളോട് ചെയ്യേണ്ട ആദ്യത്തെ നീതി അതാണ്. നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. സമതുടയോന്റെ ഹബീബുള്ള സ്വർഗീയ രാജാ റസൂലുള്ള സകലരിലും ഗുണമേകിയ ത്വാഗ ഇറയ റസൂലോരേ നല്ല മദ്ഹുറ്റോരേ ആലത്തിനൊളിവേ മുത്ത് റസൂലുള്ള സത്യ ഹബീബുള്ള സമതുടയോന്റെ ഹബീബുള്ള സ്വർഗീയ രാജാ റസൂലുള്ള സകലരിലും ഗുണമേകിയ ത്വാഗ ഇറയ റസൂലോരേ നല്ല മദ്ഹുറ്റോരേ ആലത്തിനൊളിവേ മുത്ത് റസൂലുള്ള സത്യ ഹബീബുള്ള സബ് മഖാമിൽ വരവേ വരവേ സബ് മഖാമിൽ വരവേ വരവേ എന്തോരാദരവേ ത്വാഹ വന്ദോരാദരവേ സബ് മഖാമിൽ വരവേ വരവേ സബ് മഖാമിൽ വരവേ വരവേ എന്തോരാദരവേ ത്വാഹ വന്ദോരാദരവേ സത്യത്തെ കണ്ടെത്തിയ പൂമൻ നിത്യബോധമകറ്റിയ കേമ മർത്യകുലത്തിനാകെയും നേർവായി ആയി നീട്ടിയ ദീപം അന്ത്യ പൊന്നൊളി മുത്തുനബിയിൽ സ്വലാത്തോദീടാം സ്വലാത്തോദീടാം സമതുടയോന്റെ ഹബീബുള്ള സ്വർഗീയ രാജാ റസൂലുള്ള സകലരിലും ഗുണമേകിയ ത്വാഗ ഇറയ റസൂലോരേ നല്ല മദ്ഹുറ്റോരേ ആലത്തിനൊളിവേ മുത്ത് റസൂലുള്ള സത്യ ഹബീബുള്ള. സാധാരണ നമ്മൾ കുട്ടികളെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മൾ ചെറിയ കുട്ടികളെ കണ്ടാണെങ്കിൽ ആദ്യം നോക്കെ കിളി 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 നോക്കുക. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പ്രസവിച്ച കുട്ടികളൊക്കെ ഉണ്ടാകേ, എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യരുത് എന്നുള്ളതാണ്. ഈ ഭാഗം ഒരു മർമ്മ സംവിധാനമല്ല, 6ാം വാരിയല്ലേ. അപ്പം അധികം അതിങ്ങോട്ടേക്ക് ആഴ്ന്നിറങ്ങി കഴിഞ്ഞെങ്കിൽ ഈ കുര വന്നാൽ നിൽക്കില്ല. കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ട്. ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ ശരിക്കും ചെയ്യേണ്ടത് പെരടി തടവി കൊടുത്താൽ ബുദ്ധി കൂടും എന്നുള്ളതാണ്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. മറ്റേത് പരമാവധി ഒഴിവാക്കുക ചെയ്യേണ്ടത്. നേരത്തെ ആങ്കർ ചെയ്ത കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടോ? എവിടെ ഉള്ളത്? ഒരു 2 ആൾ ഇവിടെ ഒന്നങ്ങ് വരി. 2 ആൾ വേഗം വരും വരും വരും. ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലേ കൂട്ടത്തിൽ? 2 ആളെ വരും. നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ നോക്ക്, എന്നെ നോക്കല്ല, അതുവരെ നിങ്ങൾ നോക്കല്ലതാ. നോക്ക്, വരി 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 ഇങ്ങോട്ട് 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 വരി. നിങ്ങൾ ശ്രദ്ധിച്ചത് അവിടം വരെ അവർ ഓടി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇനി ഓടാൻ പറ്റൂല. 2ാമത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ നോക്കുക,
ഇയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന അതൊക്കെ നല്ല ലക്ഷണത്തിൽപ്പെട്ടതാ. അത് നമ്മൾ അംഗീകരിച്ചേ മതിയേ. രണ്ടാമത്തെ ആൾ തന്നെ കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് കറക്റ്റാണ് ആ കുട്ടി നമ്മൾ നോട്ട് ചെയ്യണം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് വർഷാവർഷം ഞാൻ സ്കൂളിൽ പോയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു 5 എല്ലാ ഘടകവും ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല. അതിന് ഫീസ് തന്നിട്ട് തന്നെ ക്ലാസ് എടുക്കും അല്ലേ? അങ്ങനല്ലേ? എല്ലാം പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അത് ഞാൻ വന്നപ്പോൾ ഇതാക്കി. രണ്ടാമത്തത് ഇവർ പിന്നെ ആങ്കർ ചെയ്യുന്ന സമയത്ത് നിയാസ് ശ്രദ്ധിച്ചോന്നറിയില്ല, കൃത്യമായി കമ്മ്യൂണിക്കേറ്റിംഗ് ഉണ്ട്. ഇയാൾ പാസ് ചെയ്ത് ഉടനെ മറ്റേക്ക് എന്താക്കുന്നുണ്ട് കൊടുക്കുക. ഇതാരായിരിക്കും? നാളത്തെ MLA മാരും മന്ത്രിമാരും അതുപോലെ MP മാരൊക്കെ കണ്ട് ആ നൃത്തം നോക്കുങ്ങൾ. ഒരു മഹല്ല് പ്രസിഡന്റ് ആവാനുള്ള നൃത്തമാണിത്. അങ്ങനല്ലേ? ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലത് നമുക്ക് മധ്യസ്ഥൊന്നും സാറേ നമുക്ക് അടങ്ങൂല. അപ്പോൾ നിൽക്കവിടെ എന്ന് പറയാൻ ത്രാണിയുള്ള ആളാണ് ഇയാളെ. നിങ്ങൾ ആലോചിച്ചോക്ക്. അയാൾ നിർന്നോ ഇയാൾ നിന്നോ? മുപ്പര വില്ലേജ് ഓഫീസറെ സ്റ്റൈലിൽ തന്നെ. രണ്ടും 2 സംഭവങ്ങളാണ് അത്. ഈ 2 എണ്ണമാണ് അവിടെ നേരത്തെ മരണ പോരാട്ടം നടത്തിയത്. ഞാൻ വിചാരിച്ചു എൻ്റെ പേരൊക്കെ വിളിക്കുക ഞാൻ തന്നെ അറിയാണ്ട് റളിയല്ലാഹു അൻഹു എന്നങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് അല്ലേ? അപ്പം ഇവരെ വെച്ചിട്ടൊരു പാട്ട് കൊടുത്തട്ടെ. ഒരു 4 ആളിങ്ങ് വരി ബാ. ഓലെല്ലാവരും ഇങ്ങ് വരട്ടെ. ഓല ദിവസമാണ് ഇതിലേക്ക് സ്റ്റേജ് മേലേക്ക് കയറട്ടെ. ബാ വരി. ഈ മക്കൾ ബാ. ഇതിൻ്റെ ഇടവും വിലവും നിൽക്കട്ടെ. പേരെന്താ പറഞ്ഞേ? മുഹമ്മദ് ഈസാൻ. അത് ജസാവുൽ ഈസാനിലല്ലേ ഈസാൻ? നിങ്ങളെ പേര്? അയാൻ. മാഷാ അല്ലാഹ്. സ്കൂളിൽ എത്രല്ല പഠിക്കുന്നത്? 6. നിങ്ങളെ സ്കൂള് 8ലേക്ക് അയച്ച്. ഒരാൾ 8ലാണ്. അപ്പൊ അയാൻ എൻ്റെ കൂടെ ഉണ്ട്, ഈസാനും എൻ്റെ കൂടെ. ഈസാൻ്റെ അതെ, ഇങ്ങോട്ട് നോക്കിയാൽ ഈസാന്, ഇങ്ങോട്ട് നോക്കിയാൽ അയാന്. നമുക്ക് പാടിയേക്കാം. പാട്ട് പാടൂല? പാട്ട് നമുക്ക് പാടിയേക്കാം. വരി. നിങ്ങളെല്ലാവരും എൻ്റെ ബാക്കിലേക്ക് വാ. ഇതൊക്കെ സാക്ഷാൽ അറബികളാ. ഇതാ നമുക്ക്. ഞങ്ങൾ 2 ആളെന്നാലും ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ വീട്ടിലെത്തിയത്. അപ്പം ആകെ ഈ ഉറക്കിപ്പോൾ പോയത് ഇതുവരെ താളം കൊണ്ട്. എല്ലാവരും നിൽക്ക്. വരി ലൈനിൽ നിൽക്ക്. ഇതാക്കണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അമ്പിയാക്കളിൽ രാജസീതരെ അലമാകെ പുകയ്ത്തും തിരുദൂതരെ അന്ത്യനാളി ശഫാഅത്തുടയവരെ യോന്റെ ഹബീബായി വന്നവരെ ഇന്ന ബൈതൻ അൻത സാകിനുഹും ലൈസ മുഹ്താജൻ ഇല സുരുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുരുജി അംബിയാക്കളിൽ രാജസീതരെ അലമാകെ പുകയ്ത്തും തിരുദൂതരെ അന്ത്യനാളി ശഫാഅത്തുടയവരെ ആദിയോന്റെ ഹബീബായി വന്നവരെ ഇന്ന ബൈതൻ അൻത സാകിനുഹും ലൈസ മുഹ്താജൻ ഇല സുരുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുരുജി. ഖുറൈശിയിൽ വിരിഞ്ഞൊരു മലരാണ് ത്വാഹ, ഖുദ്റത്തിനുടയോന്റെ നബിയാണ്. ഖുർആനിൻ വായി തന്ന കമറാണ്, ഹക്കിൻ കലിമത്തിൽ ഉറപ്പിച്ച സയ്യിദാണ്. ഖുറൈശിയിൽ വിരിഞ്ഞൊരു മലരാണ് ത്വാഹ, ഖുദ്റത്തിനുടയോന്റെ നബിയാണ്. ഖുർആനിൽ വായി തന്ന കമറാണ്, ഹക്കിൻ കലിമത്തിൽ ഉറപ്പിച്ച സയ്യിദാണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുരുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുരുജി അംബിയാക്കൾ രാജസീതരെ അലമാകെ പുകയ്ത്തും തിരുദൂതരെ അന്ത്യനാളിൽ ശഫാഅത്തുടയവരെ ആദിയോന്റെ ഹബീബായി വന്നവരെ. A+ കിട്ടാത്തതിൻ്റെ പേരിലേ ഇപ്പൊ +2 റിസൾട്ട് വന്നല്ലോ. A+ കിട്ടാത്തതിൻ്റെ പേരിൽ എത്ര രക്ഷിതാക്കന്മാരായിരിക്കും. 4 ഉമ്മയും ഉപ്പയൊക്കെ
എത്ര പ്ലസ് കിട്ടിയിട്ടുണ്ടാവും. പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ മക്കളെ ഒരു കൊലയിലെ തേങ്ങ എല്ലാം ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. അതിൽ വിളവ് കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ മോനോട് ആദ്യത്തെ പറഞ്ഞു, എത്ര A+ കുറഞ്ഞെങ്കിൽ അത്രയും കൂടുതൽ ക്ഷയിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അതങ്ങനെ നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. A+ അല്ല വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡം. അതുപോലെ തന്നെ 4 ചുമൽക്കെട്ടല്ല വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്നേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വര വരച്ചിട്ട് 10ാം ക്ലാസ്സിൽ നിന്ന് ഒരൊറ്റ തള്ളളിയതാ, അതിലങ്ങ് രക്ഷപ്പെട്ടു പോയതാ. മാക്സിമം 210 പറയും. പിന്നെ അവിടുന്ന് പഠിച്ചുണ്ടാക്കിയതാണല്ലോ. അതുകൊണ്ട് A+ കിട്ടിയാലേ അതിലേക്കത്തെ കുട്ടി സയൻസിനാണ്. എൻ്റെ മോനും സയൻസിന് അത് ധാരണ തട്ടണം. ഇന്ന് പത്രത്തിലുള്ള VHSൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് +1 സയൻസ് തന്നെ എടുത്തേ മതിയാവുന്നുള്ളത്. എൻ്റെ രക്ഷിതാക്കന്മാർ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് ഒരൊറ്റ പാട്ടുകൂടി പാടിയിട്ട് നമുക്ക് നിർത്തിക്കൂടെ അല്ലേ? പോരെ? മതിയോ? നിങ്ങൾ പറയും, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇച്ചിരി നമുക്കായിരിക്കും കിട്ടുമോ അല്ലേ? ഇതൊക്കെ നോക്ക് നിങ്ങൾ. നമ്മളൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ചിരിക്കണമെങ്കിൽ ഒന്ന് കൈ കൊടുത്തിട്ട് അത് ചിരിയാ. ഇത് നോക്ക് നിങ്ങൾ, ഇതാക്കിയ ചിരിയാ, യാതൊരു സംശയം. ഹബീബിന റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ നമ്മളെ ചിലപ്പോൾ കണ്ണാടിയിലൊക്കെ ഉള്ള ഇവിടെയൊക്കെ ചുളി വന്നിക്ക്, റബ്ബേ എനിക്ക് അത്രങ്ങനെ ആയിക്കൂല്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ ധർമ്മ പ്രതിഫലമാണെന്ന് പഠിപ്പിച്ചത് ഹബീബിന റസൂലുള്ളാഹി. ഇതിൽ ജിമ്മിപ്പോകുന്ന എത്രയോ ആളുകളുണ്ടാവും. കരാട്ടെ, കളരി, കുംഫു, തൈക്കോണ്ടോ, ഉഷു ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. നിയാസൊക്കെ നല്ല കുംഫു അഭ്യാസം കൂടിയാ. നോക്കി ഇവരോടൊക്കെ ചോദിച്ചറിയാം. ആദ്യം തന്നെ നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നീ റൊട്ടേറ്റ് ചെയ്യും അല്ലേ, പിന്നെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യും, ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യും, പിന്നെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യും, ഐ റൊട്ടേറ്റ് ചെയ്താ ഇങ്ങോട്ട് കണ്ണോട് ചുണ്ടുകൊണ്ട് എങ്ങനെ ചെയ്യാനാ, ഇങ്ങനെ ആക്കാനാ പറ്റുമോ? ഇല്ല, അത് ചിരിക്കൽ തന്നെ. അപ്പം ചിലപ്പോൾ നമ്മൾ സ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ 3 A4 ഷീറ്റിൽ എഴുതേണ്ടി വരും. താങ്കളൊന്ന് ചിരിച്ച് കിട്ടാൻ തായ്മയുടെ അപേക്ഷ. അള്ളാഹു കാത്തിരിച്ചിരിക്കും മാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല മക്കൾ, നല്ല ചിരി അല്ലേ? ഒരൊറ്റ പാട്ട് കിട്ടൂല എല്ലാവർക്കും? അത് കിട്ടുമോ? നിങ്ങൾക്ക് അറിയുന്ന പാട്ട് പറയും. അത് കിട്ടുമോ? മുത്തുരത്ന ചന്ദിരവദന മാതൃക ബീവി ഫാത്തിമ, ചിത്തിരപ്പൂവിൻ അഴകൊത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ. മുത്തുരത്ന ചന്ദിരവദന മാതൃക ബീവി ഫാത്തിമ, ചിത്തിരപ്പൂവിൻ അഴകൊത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ. അമ്പിയ രാജന്റെ തേനിമ്പ ഫാത്തിമ, വമ്പനാലിയർക്ക് ഇണയൊത്ത ഫാത്തിമ. അമ്പിയ രാജന്റെ തേനിമ്പ ഫാത്തിമ, വമ്പനാലിയർക്ക് ഇണയൊത്ത ഫാത്തിമ. മണ്ണിൽ ഈമാനിന്റെ വെണ്ണിലാ പുഷ്പങ്ങൾ പൂത്തുനിറയിടാലങ്കാരം. കൽബിലോരായിരം ആദിരാമിന്നുന്ന ഫാത്തിമുൻ നബിയുടെ മോളാണ്. മുത്തുരത്ന ചന്ദിരവദന മാതൃക ബീവി ഫാത്തിമ, ചിത്തിരപ്പൂവിൻ അഴകൊത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ. മുത്തുരത്ന ചന്ദിരവദന മാതൃക ബീവി ഫാത്തിമ, ചിത്തിരപ്പൂവിൻ അഴകൊത്ത നാരി സുന്ദരി ബീവി ഫാത്തിമ. അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ, അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ ബിബി സുഹ്റ ഫാത്തിമ ബിന്ത് ഖദീജ ഫാത്തിമ. ബിബി സുഹ്റ ഫാത്തിമ ബിന്ത് ഖദീജ ഫാത്തിമ. യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി, യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി. ഉമ്മ അവൽ മുഅ്മിനീൻ ഉപ്പ റസൂലിൻ അൽ അമീൻ. ഉമ്മ അവൽ മുഅ്മിനീൻ ഉപ്പ റസൂലിൻ അൽ അമീൻ. തിങ്കളിലെന്നും സയ്യിദീ
വരവായി തരവായി അൽ അമീൻ തിങ്കളിലെന്നും സയ്യിദി വരവായി തരവായി അൽ അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഹറൻ സഹറാനി യാ ഫാത്തിമ നൂറാനി യാ സഹറൻ സഹറാനി. ഇത്ര നേരം നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. എത്ര ആളുകളൊന്നും പ്രതീക്ഷിക്കില്ല. ഓൺലൈൻ പരിപാടി എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കൂട്ടലുണ്ടാവുമല്ലോ. ആ രീതിയിലല്ല ഞങ്ങളെപ്പോലെ പാടിയത്, എൻ്റെ കൂടെ പാടിയ നമ്മുടെ പോകുന്നത് അല്ലേ, നിയാസിൻ്റെ പേര് പറയുമ്പോഴാണ് പോകുന്നത്. കാരണം അല്ല, നിയാസിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് പോയത്. വരി നിയാസ് നേരത്തെ തന്നെ ഹിജാസ് സാറ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇയാൾ 5 വർഷം എൻ്റെ അടുത്ത് ഈ പാട്ടും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് പഠിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ DLED കഴിഞ്ഞു. ഇപ്പം ഇന്നലെ കേട്ടറ്റിൻ്റെ റിസൾട്ട് കിട്ടി, അതും പാസ്സായി. അതിൻ്റെ ചിലവൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ ചിലവ് കൊടുക്കാനും മടിയാക്ക്. ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ 2020 ഒരു തീരുമാനം എടുത്തു. 2020 അല്ലേ 2019 ഒരു തീരുമാനം എടുത്തു. മോളങ്ങോട്ട് കൊടുത്തു, ഇതിനെ പിന്നെ അങ്ങോട്ടും എടുത്തു. അപ്പോൾ ഏകദേശം മനസ്സിലാകുമല്ലോ. ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർത്ത് വിളിച്ചു. മാഷാ അല്ലാ, ഇപ്പം വിവിധ കോഴ്സുകൾ ചെയ്യും. നേരത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ട്രെയിനർ പദവി, ഇപ്പം നിലവിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ്, അഥവാ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് സർക്കാരിൽ നിന്ന് മാസം മാസം നല്ല ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനും കൂടിയാണ് അവിടെ നിയാസ് കാന്തപുരം. നമുക്ക് താളം തന്നൊരു ഒരാളുണ്ട്, മിഥിലാജ്. BA ഇംഗ്ലീഷ് കഴിഞ്ഞപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിഥിലാജ്. ആൾ ചെറുതാണെങ്കിലും വലിയ ശമ്പളമാണ് വാങ്ങുന്നത് ഗവൺമെൻറ്റിൽ നിന്ന്. സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. വീട്ടിൽ ദഫൊക്കെ തൊട്ടിട്ട് കുറഞ്ഞ വർഷമായിട്ടുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ 145 കൊല്ലം ആകെ ആയിട്ടുള്ളൂ. ഞങ്ങൾ മലയാളി ഫാമിലി അല്ല, യമന്ന് കുടിയേറിയ ഫാമിലിയാണ്. ഞാൻ 7ാമത്തെ തലമുറയാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഓസ്ട്രേലിയ, ബ്രിസ്ബൺ, ഫിജി, ന്യൂസിലാൻഡ്, ഓക്ക്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. കാപ്പാട് എന്നുള്ളത് ഒരു ദഫിൻ്റെ ക്രാഡലായിട്ടാണ് അറിയപ്പെടുന്നത്. ദഫിൻ്റെ ഒരു പോറ്റില്ലമായിട്ടാണ് കാപ്പാട് ഇറങ്ങുന്നത്. ആലസ്യം വീട്. നിങ്ങൾ കാപ്പാട് വരുമ്പോൾ ഇനി ഇങ്ങനത്തെ ഓഫ്ലൈൻ പരിപാടിയൊക്കെ വരുമ്പോൾ കുട്ടികൾ അവിടുത്തെ ആ മ്യൂസിയം, വീട്ടിലുള്ള മ്യൂസിയമൊക്കെ ഒന്ന് കാണിച്ചു കൊണ്ടാണ് നിങ്ങൾ വരണമെന്ന് ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നമ്മുടെ കുഞ്ഞുമക്കൾക്കും രക്ഷിതാക്കന്മാർക്കും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ ഒരു ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.